രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാംബദയേ നമഃ. രാഘവൻ താതഗേകം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു. കൈകേകിയാകിയ മാതാവ് തന്നോട് ശോകം കളഞ്ഞാലും അമ്മേ മനസീതേ, സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. ഖേദമകലക്കളൻ ഇനി ഞങ്ങളെ താതൻ ആജ്ഞാപിക്ക വേണ്ടത് വൈകാതെ. ഇഷ്ടവാക്യം കേട്ടു കൈകേകി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം ശ്രീരാമനും മൈഥിലിക്കും അനുജനും. ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. പുഷ്കരലോചനോജ്ഞയ വൽക്കലം ലക്ഷ്മണൻ താൻ ഉടുത്താനതു നേരം. ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ട് ആകുലാൽ പക്ഷം എന്തുള്ളിൽ എന്നോ ഉള്ളത്തിൽ അറിവാനായി തൽക്ഷണേ ലജ്ജയാ ഭർതൃമുഖാംബുജം ഗൂഢമായി നോക്കിനാൾ. എങ്ങനെ ഞാനിതോ കാടമുടുക്കുന്നതെന്നുള്ള ചിന്തയാ മംഗലദേവതാ വല്ലഭൻ രാഘവൻ ഇംഗിതജ്ഞൻ തഥാ വാങ്ങി പരുഷമാം വൽക്കലം ദിവ്യാംബരോപരി പരിവേഷ്ടിച്ച് സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ. അത് കണ്ടോരു രാജധാരങ്ങളും അന്യരായുള്ള ജനങ്ങളും ഒക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ട് നിന്നരുളിയിടും വസിഷ്ഠ മഹാമുനി കോപേന ഭർസിച്ചു. കൈകേകിതനോടും താവേന ചൊല്ലിനാൻ, എന്തിതു തോന്നുവാൻ ദുഷ്ടേ നിശാചരി ദുർവൃത്തമാനസേ, കഷ്ടം ഓർത്തോളം കഠോരശീലേ ഖലേ. രാമൻ വനത്തിനു പോകേണമെന്നല്ലോ താമസശീലേ, വരത്തെ വരിച്ചു നീ ജാനകി ദേവിക്ക് വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയത് എന്തൊരു കാരണം. ഭക്ത്യാ പതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം പൂണ്ടനുഗമിച്ചിടുക. കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം. ഭർതൃശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യാചരിച്ചിടുക നേവരോ. ഇതും വസിഷ്ഠോക്തി കേട്ടു ദശരഥൻ സുമന്ത്രരോടേവമരുൾ ചെയ്തു. രാജയോഗ്യം രഥമാശു വരുത്തുക, രാജീവ നേത്രപ്രയാണായ സത്വരം. യുദ്ധം രാമപുത്രാംബുജം പാർത്തു പുത്രാഹ രാമ സൗമിത്രേ ജനകജേ. രാമ രാമ ലോകാഭിരാമാംഗ ഹാ ഹാ മമ പ്രാണസമാന മനോഹര. ദുഃഖിച്ച് ഭൂമിയിൽ വീണു ദശരഥൻ ഉൾക്കാമ്പഴിഞ്ഞു കരയുന്നതു നേരം തേരും ഒരുമിച്ചു നിർത്തി സുമന്ത്രരും ശ്രീരാമദേവനും. അപ്പോൾ അരുൾ ചെയ്തു, തേരിൽ കരേറുക സീതേ, ഇരവിൽ നീ നേരമിനി കളഞ്ഞിടരുത്. ഏതുമേ സുന്ദരി ബന്ധിച്ചു തേരിൽ കരേറിനാൻ. ഇന്ദിരാവല്ലഭനാകിയ രാമനും മാനസേ ഖേദം കളഞ്ഞ് ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു. താണു തൊഴുതുടൻ തേരിൽ കരേറിനാൻ. ബാണചവാസി തുണിരാദികൾ എല്ലാം കൈക്കൊണ്ട് വന്ദിച്ചു താനും.
കരേറിന. ലക്ഷ്മണൻ അപ്പോൾ സുമന്ത്രനും ആകുലാൽ ലക്ഷ്മണനും അപ്പോൾ സുമന്ത്രനും ആകുലാൽ ദുഃഖേന നടത്തിയിടിനാൻ. ഓവനു നിൽക്കയെന്ന് ചെന്നാൻ രഘുനാഥനും ഗച്ഛേതി. ശ്രീരാമനും താമസാ നദി തന്നോട് തീരം ഗമിച്ചു വസിച്ചു. നിശാമുഖേ പാനീയമാത്രം ഉപജീവനം ചെയ്തു. ജാനകിയോടു നിരാകാരനായൊരു വൃക്ഷമൂലെ ശയനം ചെയ്തുറങ്ങിനാൻ. ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ച് അന്തികെ രക്ഷിച്ചു നിന്നും സുമന്ത്രരുമായി ഓരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞ് ആകുലാൽ പൗരജനങ്ങളും ചെന്നരികെ പൊക്കു. ശ്രീരാമനെ അങ്ങ് കൊണ്ടുപോയി കൂടായിൽ കാനനവാസം നമുക്ക് എന്നേ വരും. മാനസം തിങ്കൾ ഉറച്ച് മരുവിനാൻ. പൗരജനത്തിന് പരിദേവനം കണ്ടും ശ്രീരാമദേവനും ഉള്ളിൽ നിരൂപിച്ചു. സൂര്യനുദിച്ചാൽ അയക്കുമില്ല ഇവർ കാര്യത്തിനു വരും വിഘ്നമെന്നാൽ ഇവർ ഖേദം കലർന്ന് തളർന്ന് ഉറങ്ങുന്നിതു. ബോധമില്ല ഇപ്പോൾ ഇനി ഉണരും മുൻപേ പോക നാം ഇപ്പോഴേ കൂട്ടുക തേര് എന്നു രാഘവൻ തൻ വാക്കു കേട്ടു. സുമന്ത്രരും വേഗേന തേരും ഒരുമിച്ചിത്. അന്നേരം രാഘവന്മാരും ജനകതനൂജയും തേരിൽ ഏറിനാർ ഏതും അറിഞ്ഞീല പൗരജനങ്ങൾ. അന്നേരം സുമന്ത്രരും ചെറ്റ് അയോധ്യാഭിമുഖം ഗമിച്ചിട്ടത് തെറ്റെന്ന് തെക്കോട്ട് തന്നെ നടകൊണ്ടു ചുറ്റും കിടന്ന് പൗരവാസികൾ എല്ലാം പിറ്റേനാൾ തങ്ങൾ ഉണർന്നു നോക്കുന്നേരം കണ്ടേല രാമനെയെന്നു കരഞ്ഞു അതി കുണ്ഠിതന്മാരായി പുരിപുക്കു മേവിനാൻ. സീതാസമേതനം രാമനെ സന്തതം ചേതസി ചിന്തിച്ചനുദിനം പുത്രമിത്രാദികളോടും ഈട ചേർന്നു ചിത്തശുദ്ധിയ വസിച്ചിടനാരേവരും. മംഗളദേവതാവല്ലഭൻ രാഘവൻ ഗംഗാതടം പൊക്കു ജാനകി തന്നോടോ മംഗളസ്നാനവും ചെയ്ത് സഖാനുജം ശൃംഗിവേരാദ്വിദൂരേ മറുവീടിനാൻ. ദാശരഥിയും വിദേഹതനോജയും ശിംശിപാമൂലി സുഖേന വാണിടിന. ധന്യനായേൻ അടിയനു എന്നു കേവലം നിർണയം നൈഷാദജന്മവും പാവനം. നൈഷാദമായുള്ള രാജ്യം ഇതും ഒരു ദോഷണഹീനമധീനമല്ലോ. തവ കിങ്കരനാം അടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക. സന്തോഷം ഉൾക്കൊണ്ട ഇനി നിൻ തിരുവടി സന്തതമത്രേ വസിച്ചരുളിയിടണം. അന്തപുരം മമ ശുദ്ധമാക്കിയിടണം. അന്തർമുത പാദപത്മരേണുക്കളാൽ മൂലബലങ്ങൾ പരിഗ്രഹിക്കണമേ. കാലേ കനിവോട് അനുഗ്രഹിക്കണമേ. തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോട് മന്ദഹാസവും പൂണ്ടരുൾ ചെയ്തു രാഘവൻ. കേൾക്ക നീ വാക്യം അതീയം മാമാസകേ. സൗഖ്യം ഇതിൽ പരമില്ല എനിക്ക്. ഏതോമേ സംവത്സരം 14 കഴിയണം.
സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ അന്യദത്തം ഭുജിക്കുന്നതുമില്ല എന്നും അന്യേ വാനവാസകാലം കഴിവോളം രാജ്യം അതൈതൽ ഭവാൻ മത്സകിയല്ലോ. ഭുജനാം നീ പരിപാലിക്ക സന്തതം കൊണ്ടപാപം ചെറുതുണ്ടാകയും വേണ്ട കൊണ്ടുവരിക വടക്ഷീരമാശുനി തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോട് കലം രഘുത്തമൻ ശുദ്ധ വടക്ഷീര ബോധികളെ കൊണ്ട് ബദ്ധമായോരുട ജടാമകുടത്തോടും ബദ്ധമായോര് ജടാമകുടത്തോടും സോദരൻ തന്നൽ കുചതലാദ്യങ്ങളാൽ സാദരം ആസൃതമായ തൽപസ്ഥലേ പാനീയമാത്രം നശിച്ച് വൈദേഹിയും താനുമായി പള്ളി കുറുപ്പ് കൊണ്ടിടിനാൻ പ്രാസാദമൂർധന്യെ പര്യങ്കേയതാപുര വാസവും ചെയ്തുറങ്ങിയിടും. അതുപോലെ ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു ഗുഹനോടുകൂടവേ ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലെ കിടക്കുന്നത് കണ്ട് അതേ ദുഃഖം കലർന്ന് ബാഷ്പാകുലനായ ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങിനാൻ. സന്തുഷ്ടരായി മരുവുന്നവർ മാനസം സന്തതം തേ സുഖവാസായ മന്ദിരം. ഹരേ ഹരേ. ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ല, ഒട്ടും ഇഷ്ടേതരാപ്തിക്ക് അനുതാപവുമില്ല. സർവവും മായേതി നിശ്ചിത്യ വാഴുന്ന ദിവ്യമനസ്തവ വാസായ മന്ദിരം. ഷഡ്ഭാവഭേദവികാരങ്ങളൊക്കെയും ഉൾപ്പൂവിലോർക്കിലോ ദേഹത്തിനേയുള്ളൂ. ക്ഷുത്രഭവ സുഖദുഃഖാദി സർവവും ചിത്തേ വിചാരിക്കിൽ. ആത്മാവിൻ ഏതും യുദ്ധമുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം. യാതൊരുത്തൻ ഭവന്തം പരം ശൽഖനം വേദസ്വരൂപം അനന്തം ഏകം സദാം. വേദാന്തവേദ്യമാദ്യം ജഗൽക്കാരണം നാദാന്തരൂപം പരബ്രഹ്മമച്യുതം സർവ സുഖാശയസ്തം സമസ്താധാരം സർവഗതം പരാത്മാനമലേപകം വാസുദേവം വരദം വരേണ്യം ജഗദാസീനാത്മനാ കാണുന്നതും സദാ. തസ്യ ചിത്തേ ജനകാത്മജയാം സമം നിസ്സംശയം വസിച്ചിടുക ശ്രീപദേ. സന്തതാഭ്യാസദൃഢീകൃതചേതസാം സന്തതം തൽപാദസേവാരതാത്മാനം. സന്തതം തന്നാമമന്ത്രജപശുചി ദോഷചേതസാം ഭക്തിദ്രവാത്മനാം അന്തർഗതനായി വസിക്ക നീ. സീതയാ ചിന്തിത ചിന്താമണി ദയാവാരിതേ. ശ്രീരാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമചന്ദ്ര ജയ സീതാപദേ നമഃ.
ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ. സബുജരായ സജ്ജനങ്ങളെ, മന്ത്രയുടെ വാക്ക് കേട്ട് കൈകേയിക്ക് വേണ്ടി ദശരഥൻ തൻ്റെ ആ വാക്ക് പാലിക്കുകയാണ്. അങ്ങനെ ശ്രീരാമനെ 14 വർഷം കാട്ടിലേക്ക് അയക്കാൻ വേണ്ടി പുറപ്പെട്ടു. അയോധ്യ നിവാസികളെല്ലാം തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ ശ്രീരാമചന്ദ്രൻ വളരെ ദുഃഖത്തോടെ പോകുന്നത് കണ്ടു. പോകാൻ തയ്യാറായപ്പോൾ സീത പറഞ്ഞു, ഞാനും വരുന്നുണ്ട്. സീതയെ ശ്രീരാമൻ പറഞ്ഞു, നീ വരണ്ട, കാരണം കാട്ടിൽ ഘോരമായ വന്യജീവികളൊക്കെയാണ്, ഞാൻ 14 വർഷം കഴിഞ്ഞ് പെട്ടെന്ന് വരും, നീ പോരണ്ട. അപ്പോൾ സീത ഒരൊറ്റ ചോദ്യം, എൻ്റെ അച്ഛൻ ജനക മഹാരാജാവ് പറഞ്ഞത് കേട്ടിട്ടില്ലേ? എന്നാ പോന്നോ സീതയെന്നാണ്. സീതേ, നീ എന്നും ശ്രീരാമൻ്റെ ജീവിതത്തിൽ മുന്നിൽ നടക്കണം. ശ്രീരാമൻ്റെ മുന്നിലുള്ള കല്ലും മുള്ളും മാറ്റി ദുർഘടങ്ങളെ മാറ്റണം. അതായത് ശ്രീരാമചന്ദ്രന് എന്നും നീയൊരു തണലും താങ്ങുമായിട്ട് നിൽക്കണമെന്ന് അച്ഛൻ പറഞ്ഞത് ഓർമ്മയില്ല ചോദിച്ചു. പിന്നെ ഒന്നും പറഞ്ഞില്ല, സീതയെ പോന്നോളൂ എന്നാ. അപ്പോഴാണ് പിന്നെ ലക്ഷ്മണനും കൂടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ട വലിയൊരു കാര്യം എന്താ വെച്ചാൽ, അവർ നേരെ വസ്ത്രമൊക്കെ മാറി മരവിരിക്ക് നേരെ ഗുഹൻ്റെ അടുത്തെത്താണ്. അപ്പോൾ തോണി അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു ഗുഹനോട്. ഗുഹൻ വന്നു. ആ ഗുഹൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു സുഹൃത്ത്, നല്ല ബന്ധം, എല്ലാം അറിയുന്ന ആൾ, ഭയഭക്തിയോടുകൂടി വിനീതനായിക്കൊണ്ട് ശ്രീരാമചന്ദ്രനെ സ്വീകരിക്കുകയാണ്. അപ്പോൾ നേരെ മുന്നിൽ ലക്ഷ്മണൻ, അതിൻ്റെ പിന്നിലാണ് ആര്? സീത, അതിൻ്റെ പിന്നിലാണ് ശ്രീരാമൻ. ഈ തോണി കിടക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു, അത് ഈ യാത്ര പുറപ്പെടുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയ, സീത എന്ന് പറഞ്ഞാൽ മനസ്സാ, മനസ്സ് സങ്കല്പ വികല്പ, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റേ. ശ്രീരാമചന്ദ്രൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴും നമ്മുടെ ബുദ്ധി മുന്നിലായിരിക്കണം എന്നാണ് പറഞ്ഞത്. അതാണ് ലക്ഷ്മണൻ മുന്നിൽ. മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കേ. അതൊരു ബോട്ടാണ്, പ്ലവം, ഒരു പ്ലവം. അത് എപ്പോഴും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അതിനെ നമുക്ക് നിയന്ത്രിക്കണം. അതിനെ നിയന്ത്രിക്കണമെങ്കിൽ ആര് വേണം പിന്നിൽ? പരമാത്മാവുണ്ട്. ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ മുന്നിൽ ബുദ്ധി ഉയർന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. കാരണം എന്താ? ആത്മാനാം രഥിനാം വിദ്ധി, ആത്മാനാം രഥിനാം വിദ്ധി. ആത്മാവ് ഒരു ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ശരീരം രഥമേവതു, ശരീരം ഒരു രഥ, നമ്മളൊക്കെ ഒരു വാഹനത്തിൻ്റെ ഉടമയാണ് ഈ ശരീരം. അപ്പോൾ ഈ ശരീരമാകുന്ന ഈ വാഹനത്തെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ആരാ? കുതിരകളാ, 5 കുതിരകളാ. ഇന്ദ്രിയാണി ഹയാനാഹു, പഞ്ചേന്ദ്രിയങ്ങളാകുന്ന 5 കുതിരകളാണ് ശരീരമാകുന്ന ഈ രഥത്തെ, വാഹനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ 5 കുതിരകൾ 5ഉം 5 വഴിക്ക് പോയാൽ ലക്ഷ്യത്തിലെത്തുമോ? എത്തില്ല. അപ്പം എന്ത് വേണം? കുതിരയെ കടിഞ്ഞാണിടണം. എന്തിനാ കടിഞ്ഞാടേണ്ടത്? കാരണം എന്താ? ഒരു കുതിര ഇടത്തോട്ട് പോയി, ഒരു കുതിര വലത്തോട്ട് പോയി ചൊക്കെ കെട്ടിപ്പറഞ്ഞ് വീഴും, ലക്ഷ്യത്തിലെത്തില്ല. അപ്പോൾ പ്രഗ്രഹമേവച, മനസ്സിനെ കടിഞ്ഞാണിടണേ. കാരണം കണ്ണിന് എന്താ ഇഷ്ടം? കണ്ണിൻ്റെ കൂടെ പോകാനാ.
കേൾക്കരുത് പറഞ്ഞ് നമുക്കത് കേട്ടേ മതിയാവൂ. അതാണ് ഈ ഇന്ദ്രിയങ്ങളുടെ അവസ്ഥ. അപ്പോൾ മനസ്സിനെ കടിഞ്ഞാണിടാൻ ആര് വേണം? കൺട്രോൾ ചെയ്യാൻ ബുദ്ധി വേണം. ബുദ്ധിയാണ്. ബുദ്ധിയും തു സാരഥിയും വിദ്ധി. അപ്പോൾ ശരീരമാകുന്ന ഈ വാഹനത്തെ പഞ്ചേന്ദ്രിയങ്ങളായ കുതിരകൾ വലിച്ചു കൊണ്ടുപോകുമ്പോൾ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ബുദ്ധിയാകുന്ന സാരഥി മുന്നിലേക്ക് നയിച്ചാൽ മാത്രമേ ലക്ഷ്യത്തിലെത്താൻ പറ്റൂ. അപ്പോൾ നിത്യജീവിതത്തിൽ അതിൻ്റെ ഒരു പകർപ്പന്നെയാണ് ബുദ്ധി മുന്നിൽ വേണമെന്ന് പറയുന്നത്. രാമായണം പഠിച്ചാൽ ഏറ്റവും ഗുണം അതാ. ബുദ്ധി എപ്പോഴും മുന്നിലുണ്ടാവും. നമുക്ക് ബോധം വേണം. ഭാര്യയും ഭർത്താവും കൂടി എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകണ നേരത്തെ ട്രെയിൻ അങ്ങോട്ട് വന്നാൽ ഓടി അങ്ങോട്ട് കയറി ഭർത്താവ് വെച്ച കുടുങ്ങി. കാരണം എന്താ? ഭാര്യ മുമ്പിൽ നിർത്തണം. നിരവധി കാര്യങ്ങൾ നമ്മൾ രാമായണത്തിൽ നിന്ന് പഠിക്കാണ്ട്. അപ്പോൾ അവിടുന്ന് അവിടെ നേരെ അവർ തോണി കടഞ്ഞ് എത്തുകയാണ്. ഇനി അവർ വാൽമീകിയുടെ ആശ്രമത്തിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഈ രാമായണത്തിലൂടെ നീളം തന്നെ നിത്യജീവിതത്തിലേക്ക് ആ പരമാത്മാവിനെ തിരിച്ചറിയണം. രാമൻ എന്ന് പറഞ്ഞാൽ ആരാ? രാമോ വിഗ്രഹവാൻ ധർമ്മ സേതു സത്യപരാക്രമ. ധർമ്മത്തിൻ്റെ മൂർത്തി ഭാഗം തന്നെയാണ് ശ്രീരാമചന്ദ്രന്. ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ എന്താ? അനന്തനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഭഗവാന്റെ ഓരോ ഭാഗത്തു നിന്നാണ് അവതാരം എടുക്കുക. അപ്പോൾ ശംഖ് ചക്ര ഗദ പത്മം എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഭഗവാൻ ഒരു പൂവ് കയ്യിൽ, താമരപ്പൂ കയ്യിൽ വെച്ചിരിക്കുന്നത് അറിയോ? നമ്മളൊക്കെ ഭഗവാൻ ശംഖ് ചക്ര ഗദ പത്മമായിട്ടാണല്ലോ കുട്ടി ജനിച്ചത് തന്നെ. അപ്പോഴാണല്ലോ ഈ കൗസല്യ പറഞ്ഞത് എനിക്ക് കാണണ്ടാന്ന്. ഈ താമരപ്പൂ എന്താ? ഇതെവിടെയാണ് വളരുക? ചളിക്കുണ്ടിലാണ് വളരുക. ആരെയും നോക്കിയിട്ടാ? സൂര്യനെ നോക്കിയിട്ടാ. അപ്പോൾ ഈ താമര എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സ് എവിടേക്ക് ശ്രദ്ധ ഉണ്ടാവണം? സൂര്യനിലേക്കല്ല. സൂര്യഭഗവാൻ നമ്മളെ അസ്തമിക്കാനാണ് കൊണ്ടുപോവുക, നാശത്തിലേക്കാണ് കൊണ്ടുപോവുക. അപ്പോൾ നമ്മുടെ മനസ്സാകുന്ന ഈ താമര എവിടെ വേണം? ഭഗവാനിലേക്ക് ശ്രദ്ധ വേണമെന്നാ. ഭഗവാൻ എപ്പോഴും ഭഗവാന്റെ ചിന്ത ഉണ്ടായിരിക്കണം. അതായത് ഈശ്വര സാക്ഷാത്കാരമാണ് നിത്യജീവിതത്തിലെ ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ഏതൊരു വ്യക്തിക്കും എന്തുണ്ടായിരിക്കാം? എപ്പോഴും ഈശ്വരൻ്റെ നാമം ഉണ്ടാവും. ആ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ തൊട്ടതൊക്കെ പൊന്നാക്കുക എന്ന് കേട്ടില്ലേ? കാര്യങ്ങൾ നടത്തുന്നതാണ്. ഇത് അമ്പലത്തിലങ്ങോട്ട് പ്രവേശിച്ച് തൊഴുത് പുറത്ത് കിടന്ന നുണയെ പറയച്ച നാമം ചൊല്ലിയിട്ട് വല്ല കാര്യമുണ്ടോ? അംബികേ എന്ന് വിളിക്കുന്ന നാവിൽ അസത്യങ്ങൾ ഓതുമെങ്കിൽ അമ്മേ പരാനന്ദ ആനന്ദമാകുകിൽ നാമത്താൽ എന്തു ബലം ഭക്തി പാപം കപടമല്ലേ. അമ്മേന്ന് വിളിക്കുന്ന നാവ് കൊണ്ട് അമ്പലത്തിൻ്റെ പുറത്ത് കിടന്ന നുണയെ പറയച്ച നാമം ചൊല്ലിയിട്ട് കാര്യമില്ലാന്ന്. അപ്പോൾ ഇവിടെ ശ്രീരാമചന്ദ്രൻ്റെ ചരിത്രം ശ്രീരാമചന്ദ്രൻ പരമാത്മാവാണ്. ഈ പരമാത്മാവിനെ അനക്കില്ല. പ്രപഞ്ച ഘടകങ്ങളെ മുഴുവൻ പ്രകൃതി എന്ന് പറയുന്ന മായയെക്കൊണ്ട് സീതാദേവിയെ കൊണ്ട് ചലിപ്പിക്കുകയാണ്. അത് നമ്മുടെ തോന്നലാണ്. ഇതൊരു നിഴലായിട്ട് നമുക്ക് തോന്നലാണ്. അപ്പോൾ ഇവിടെ യാത്ര ചെയ്യുമ്പോഴും ഭഗവാൻ കൂടെ ഉണ്ട്, എന്നെ ഭഗവാൻ രക്ഷിച്ചോളും എന്നുള്ള തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്താനാണ് രാമായണം. ഭഗവാന്റെ ചിന്ത എപ്പോഴും വേണം. അതിനുദാഹരണമാണ് സീതാദേവി. സീതാദേവി ശ്രീരാമചന്ദ്രൻ്റെ മുന്നിൽ എപ്പോഴും ഉണ്ടാവും. ഇവരെ സംരക്ഷിക്കാൻ ലക്ഷ്മണനുണ്ടാവും. പ്രത്യേകിച്ചും ഇന്ന് കോളേജിലേക്ക് പോകുന്ന ആൾക്കാരാണ് ശ്രദ്ധിക്കേണ്ടത് മുഴുവൻ. കാരണം പെൺകുട്ടികളെ, കാരണം കോളേജിലേക്ക് പോകുമ്പോൾ തന്നെ എന്താണ്? ബുദ്ധി എപ്പോഴും മുമ്പിലുണ്ടാവണം. മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കും. ആ മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ എന്ത് വേണം? ഭഗവാൻ കൂടെ ഉണ്ടാവണം എന്നൊരു തോന്നൽ വേണം. അപ്പോൾ രാമായണം നമ്മുടെ നിത്യജീവിതത്തിൽ നിരവധി പാഠങ്ങൾ തരുന്നുണ്ട്. രാമായണത്തിൽ തത്വങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്താൻ സാധിച്ചാൽ അവർക്ക് ദുഃഖം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ദുഃഖം ഉണ്ടാവാനുള്ള കാര്യം എന്താ? അനിത്യങ്ങൾ നിത്യാന്ന് തോന്നുമ്പോൾ, ഈ കാണുന്നതെല്ലാം ഒരു ബ്രഹ്മാന്ന് തോന്നുമ്പോൾ. അപ്പോൾ രാമായണത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നിത്യജീവിതത്തിൽ ശാന്തിയും സമാധാനവും ലഭിക്കാൻ തന്നെയാണ് രാമായണം. ഒരു കർമ്മം എങ്ങോട്ട് ചെയ്യുമ്പോഴും ഭഗവാന്റെ ചിന്ത ഉണ്ടാകണം എന്ന് തെളിയിച്ചു തരുന്നു ശ്രീരാമചന്ദ്രൻ. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും, ഓഫീസിലാണെങ്കിലും എവിടെയാണെങ്കിലും എപ്പോഴും മനസ്സിൽ എന്ത് വേണം? ഭഗവാന്റെ ചിന്ത ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് എന്നും സന്തോഷം മാത്രമേ ലഭിക്കൂ. നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ
രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ.